ഇന്നലെ രാത്രിയിൽ വിഴിഞ്ഞത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഴിഞ്ഞത്ത് നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് അവരിങ്ങനെ ബോട്ടിൽ കൊണ്ടുവരും, നമുക്ക് അവിടെ നിന്ന് ലേലത്തിന് പിടിക്കാം കേട്ടോ. വലിയ വലിയ ലേലങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ വീട്ടാവശ്യത്തിനുള്ളത് അത്യാവശ്യം മേടിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലും നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിയ കണവ ഉണ്ടായിരുന്നു കേട്ടോ. കണവ മേടിക്കാനായിട്ടാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ അത് അത്രയും വലിയ കണവ അവർ കൊടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ചെറിയ മീനുകളാണ്. അപ്പോൾ കണവയാണ് ഒത്തിരിയും ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഈ കല്ലൻ കണവയൊക്കെ ഉണ്ടായിരുന്നു. കല്ലൻ കണവ ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് അത് മേടിച്ചില്ല കേട്ടോ. കല്ലങ്കണവ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് വലിയ ഭയങ്കര വിലയെന്ന് പറയാനില്ലായിരുന്നു, അതിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ഈ നേരത്തെ കാണിച്ച ആ ഒരു മീനാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്തേക്കണേ. ഇതേ കണവയെന്ന് പറയുന്നത് ഇതുപോലത്തെ ആയിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കൊഞ്ച് വന്നിട്ടുണ്ടായിരുന്നേ. നല്ല കൊഞ്ചായിരുന്നു, നല്ല ഫ്രഷ് കൊഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ലേലം പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്നവർ കുറച്ച് പേര് തന്നെ വീട്ടാവശ്യത്തിന് മേടിക്കുന്ന 2-3 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടിയിട്ട് അങ്ങനെ അത് മേടിക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചും അതുപോലെ തന്നെ കൊഴിയാളയാണ് മേടിച്ചത് കേട്ടോ. കൊഴിയാള ചെറുതായിരുന്നു, കൊഞ്ച് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു, കറിയല്ല ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇതേ അതെടുത്ത് ക്ലീൻ ആക്കാനായിട്ടൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ആക്കാനും കുറച്ച് നല്ല എളുപ്പമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വലിയ കൊഞ്ചാണല്ലോ, നമുക്ക് ഇവിടെ കിട്ടുന്ന ചെറിയ കൊഞ്ചിനേക്കാളും വലിയ നല്ല കൊഞ്ചായിരുന്നു. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണേ. കൊഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു വെയിൻ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷെല്ല് ഊരി കളഞ്ഞതിന് ശേഷം ഞാനത് ഇങ്ങനെ മൊത്തം ഷെല്ല് ഊരി മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ ഉള്ള കൊഞ്ച് മൊത്തം അങ്ങനെ ചെയ്തതിന് ശേഷം തലയും അതിൻ്റെ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ വെയിൻ വരുന്ന ഭാഗം കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ക്ലീൻ ചെയ്ത് കളയുക. അതിനുശേഷം ഞങ്ങൾക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് എടുത്തു. അത് ബാക്കി ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ മല്ലിയും മുളകും ഒക്കെ ഞാൻ കഴുകി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെയിലും ഉണ്ട്, എന്നാൽ ഇന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നല്ല മഴക്കോളം, ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കാൻ പോകും. അപ്പോൾ കൊഞ്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഴിയാള ഞാൻ തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് മീൻകറി വെക്കുവാണേ. കറിയും വെക്കാനായിട്ട് അതങ്ങനെ വെച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് എനിക്ക് ചേച്ചിയുടെ കൂടെ കടയിലൊക്കെ പോകാനുണ്ട്, റേഷൻ കടയിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നേരത്തെ തന്നെ കുളിച്ച് റെഡിയായി. മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇച്ചിരി അതിൻ്റെ ആ സ്മെല്ലൊക്കെ വരില്ല. അപ്പോൾ നേരത്തെ തന്നെ കുളിച്ചിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുളിച്ചിട്ട് റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അടിപൊളി ഒരു കോട്ടൺ ടോപ്പും പാൻറ്റും വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ വീഡിയോ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കാവേ. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് ചേച്ചിയുടെ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഞങ്ങൾ റേഷൻ കടയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.